ഇതിന് സമാനമായ ഒരു പ്രസ്താവന ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ ഗാന്ധിയെ തന്നെ പരാമർശിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് 2024 ബി ജെ പി നേതാവ് ബൽറാം സിംഗ് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പറഞ്ഞത്. ഉത്തർപ്രദേശിലെ നേതാവാണ്. അത് ഈ ഭാരത് ജോഡോ യാത്രയുടെ സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അയാൾക്കെതിരെ അന്ന് ഉത്തർപ്രദേശിലെ ബി ജെ പി നടപടി സ്വീകരിച്ചു. അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി ആരുടെ ബി ജെ പി ആണ്? യോഗി ആദിത്യനാഥിന്റെ ബി ജെ പി ആണ്. ആ ബി ജെ പി അവിടെ അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് പാർട്ടിയിൽ നിന്ന്. ഇവിടെ റിന്റു മാഷിനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്കാർ സമരം നടത്തുകയും പ്രകടനം നടത്തുകയും ചെയ്യുകയാണ്. അത് സത്യമായിട്ടും എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം അത്തരത്തിൽ അപലപനീയമായ ഒരു പ്രസ്താവന നടത്തിയ ഒരാളെ ഒരു തരത്തിലും ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൂടാ. ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ ഏർപ്പെട്ടുകൂടാ. കാരണം ഇവർക്കിങ്ങനെ പ്രസ്താവന നടത്തിയാൽ മതി. പക്ഷെ ഇതിൻ്റെ ഈ പല തരത്തിലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ വേറെ നിലനിൽക്കുന്നുണ്ട്. ഈ അംബ്രലയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, അത് ഏത് പ്രസ്ഥാനത്തിൻ്റെയോ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ആയിക്കോട്ടെ, അതിന് കീഴിൽ നിൽക്കുന്ന മറ്റ് ചില സംഗതികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഡോഗ് വിസിലായിട്ടാണ് എടുക്കുക. അത് നടപ്പാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന മട്ടിലുള്ള ചിന്തയാണ് ഒരു വിഭാഗത്തെ ഇതിന് പ്രേരിപ്പിക്കുക. ലോക ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ 100 ഉദാഹരണങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മരണം മുതൽ രക്തസാക്ഷിത്വം മുതൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളായി നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം ആഹ്വാനങ്ങൾ പല വട്ടം ഉണ്ടാവുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് മറ്റൊരു തരത്തിൽ നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയാൽ തീർച്ചയായും ശക്തമായ നടപടി അത് സർക്കാരും സ്വീകരിക്കേണ്ടതാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടി, അതായത് ബി ജെ പി സ്വീകരിക്കേണ്ടതാണ്. ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ വായിൽ നിന്നാണ് ആ മട്ടിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അയാൾ അതിനെ വ്യാഖ്യാനിക്കുന്നതും ന്യായീകരിക്കുന്നതും ഒക്കെ ഉണ്ടാവാം. കാരണം ഇപ്പോൾ കീഴടങ്ങാൻ വന്നപ്പോൾ തന്നെ പറയുന്നത് സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുപോലെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്നത്, കീഴടങ്ങാൻ കയറിപ്പോകുന്നത്. ബി ജെ പിക്കുള്ളിൽ ഇയാൾക്ക് വലിയ പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ്. വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള തരത്തിൽ ബി ജെ പിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്നുവെന്നും മറ്റ് പാനലിസ്റ്റുകളായൊക്കെ പലപ്പോഴും കണ്ടുവരാറുള്ള പലരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ശരിയായൊരു രീതിയല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം.